ഹായ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പലരും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ടാവും, യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ സൺസ്ക്രീനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു 5 മിനിറ്റ് വീഡിയോ ആണ്. 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞാലൊന്നും ഒതുങ്ങാത്തൊരു സംഗതിയാണ് സൺസ്ക്രീൻ എന്നറിയാം. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ചിലരൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ട്, ചിലരൊക്കെ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത് രണ്ടും യൂസ് ചെയ്യാത്തവർക്കും യൂസ് ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മുൻപ് ഞാനിട്ടിരുന്ന ഒരു വീഡിയോന്റെ താഴെ കുറേ കമന്റ്സ്, സൺസ്ക്രീൻ ഇടണോ, നിർബന്ധമാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇനിയും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത്. സൺസ്ക്രീൻ എന്തിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാല് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ചിലരൊക്കെ ചില സംശയത്തിന്റെ പേരിലാണ് ഇങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലർക്ക് എനിക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ. ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡള്ളാവാൻ സാധ്യതയുണ്ട്. വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നാമത്തെ കാരണം നമ്മളുടെ സ്കിൻ കുറച്ചുകൂടെ ഓയിലി ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കാം നമ്മളിൽ പലരും സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അങ്ങനത്തെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ സ്കിന്നിനും നമ്മളുടെ ശരീരഭാഷയ്ക്കും അനുസരിച്ചുള്ള പല സൺസ്ക്രീനും ഇന്ന് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ സൺസ്ക്രീൻ നിർബന്ധമായി യൂസ് ചെയ്യണമെന്ന് കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയാലും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളുടെ സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന ആ UVA, UVB റേസ് എന്നൊക്കെ നമ്മളുടെ സ്കിന്നിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. എന്ന് ചോദിക്കും എന്തുകൊണ്ട് മുൻപൊന്നും പണ്ട് കാലത്തൊന്നും ഇങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടല്ലല്ലോ പണ്ടുള്ള കാലത്തുള്ള ആൾക്കാരൊന്നും ജീവിച്ചിരുന്നേന്ന്. പക്ഷെ അതല്ല, കാലം കുറെ മാറി. ഇപ്പൊ തന്നെ നമുക്കറിയാം ഓസോൺ പാളിയിലുള്ള വിള്ളൽ നിമിത്തം നമുക്ക് സൂര്യപ്രകാശം അത് വളരെ ശക്തിയിലാണ് നമ്മുടെ സ്കിന്നിലൊക്കെ വന്ന് പതിക്കുന്നത്. അതിന്റെ സൺബേൺ കാരണം പലയിടത്തും നല്ല പൊള്ളി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സൺബേൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയം മുതലാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. സൂര്യനിൽ നിന്ന് നിൽക്കുന്ന UVA റേസ് എന്താണ് നമ്മളുടെ സ്കിന്നിനെ എങ്ങനെയാണ് ബാധിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കുറച്ചുകൂടെ ഏജ്ഡ് ആക്കാൻ സാധ്യതയല്ല, ഏജ്ഡ് ആക്കും. അങ്ങനെയുള്ള രശ്മികളാണ് നമ്മളുടെ സ്കിന്നിലോട്ട് വന്ന് പതിക്കുന്നത്. UVB ആണെന്നുണ്ടെങ്കിൽ ക്യാൻസർ പോലുള്ള പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ രീതിയിലുള്ള ഒരു സംസാരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലാണ്. അപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് UVB റേസ് നമ്മളുടെ സ്കിന്നിലോട്ട് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള ആദ്യത്തെ കാരണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പുകളാണ്. ഓയിലി, ഡ്രൈ, പിന്നെ നോർമൽ, സെൻസിറ്റീവ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പുകൾ. ഈ സ്കിൻ ടൈപ്പുകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്കിൻ ഏതാന്ന് വെച്ച് കണ്ടുപിടിച്ച് ആ സ്കിൻ ടൈപ്പിനുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മളുടെ സ്കിൻ ഇരിക്കും. അതായത് ഓയിലി ആകാതെ അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ കുറച്ചും കൂടെ ഡള്ളാകാതെ ഒക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എനിക്ക് തോന്നി. അതുപോലെ തന്നെ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവും SPF 30, 50, 70 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ എത്രമാത്രം ആ ഒരു സൺസ്ക്രീൻ നമ്മളുടെ സ്കിന്നിനെ സൂര്യരശ്മികളിൽ നിന്ന് എത്രത്തോളം രക്ഷിക്കും എന്ന് ഉള്ളതിന്റെ ഒരു സൈൻ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിന് ഏൽക്കാവുന്ന ആ സൺബേൺ ഉണ്ടല്ലോ, അതൊക്കെ ഏറെക്കുറെ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഈ സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗത്തിലൂടെ 97% ഏകദേശം 97% നമ്മളുടെ ശരീരത്തിലോട്ട് ഏൽക്കാവുന്ന സൂര്യാഘാതങ്ങളിൽ നിന്നൊക്കെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതിനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ ടൈപ്പിലുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് വന്നിട്ട് പറയാൻ പോകുന്നത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആൻഡ് ലോഷൻ ആയിട്ട് വരുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ. അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ സൺസ്ക്രീനിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PA++ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അത് 2+ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സംരക്ഷണമാണ് നമുക്ക് കിട്ടുക ആ ഒരു സൺസ്ക്രീനിൽ നിന്ന്. 3+ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന തോതിൽ, 4+ കണ്ടാൽ ഏറ്റവും മികച്ച തോതിൽ നമുക്ക് സംരക്ഷണം തരുന്ന ഒരു സൺസ്ക്രീനാണ് നമ്മൾ ഈ വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ സൺസ്ക്രീനും തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ പുരട്ടുന്നതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ്, വെയിലുള്ള സമയമാണ്, പുറത്ത് പോകണമെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ സൺസ്ക്രീൻ പുരട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അത് പുരട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത്രയും ഇവിടെ തുടങ്ങി ഇത്രയും ആണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയുന്നുണ്ട്, അത്രയൊന്നും എടുക്കാൻ പറ്റില്ല, എടുത്ത് നമ്മൾക്ക് അത്രയും അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഏകദേശം ഇത്രത്തോളം എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ഡോട്ടിന് കുറച്ച് അകലത്തിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ ഫേസിൽ സ്കിന്നിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടില്ല, നമ്മളെ കഴുത്തിൽ ചെവിയിലും ഒക്കെ. അതായത് സൂര്യപ്രകാശം ഏൽക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം പുറത്തു പോകാൻ. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി ചിലപ്പോൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിയർപ്പായിരിക്കും. അപ്പോൾ വിയർത്തൊഴിച്ച് സൺസ്ക്രീൻ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഈ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ യുദ്ധത്തിനൊക്കെ ഭടന്മാര് പോകുമ്പോൾ പടച്ചട്ട ധരിക്കില്ലേ, അതുപോലെയാണ് സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുന്നത്. കാരണം ആ ഒരു സൂര്യാഘാതം നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു പടച്ചട്ട പോലെ തന്നെയാണ് നമ്മളെ സൺസ്ക്രീൻ നമ്മളെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. നിലവിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് ഈ സൺസ്ക്രീൻസ് കേട്ടോ. വേറെ ഉണ്ട് ഡോക്ടർ ഷെഡ്സിന്റെ ഒക്കെ, പക്ഷെ ഞാനതൊന്നും എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടില്ല. ഇത് ഡോക്ടർ ഷെഡ്സിന്റെ ഒരെണ്ണമാണ്. ഇത് കൂടാണ്ട് വേറെ 1-2 കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നീട് അത് ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണ്, ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് എന്റെ സ്കിന്നിൽ റിസൾട്ട് ഉണ്ടായത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തന്നാലല്ലേ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചത്. പിന്നീടാണ് എനിക്ക് കത്തിയത് ഇത് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. വെറുതെ നമ്മൾ പറഞ്ഞാൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് എത്തുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഷെഡ്സിന്റെ ഫോർ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. സെറാമൈഡ് ആൻഡ് വിറ്റമിൻ C സൺസ്ക്രീൻ ആണ്. SPF 50 PA 3+ ഉണ്ട് കേട്ടോ. ആന്റി പൊല്യൂഷൻ, ആന്റി വിസിബിൾ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. 1% സെറാമൈഡ് കോംപ്ലക്സ്, 2% സെറാമൈഡ് കോംപ്ലക്സ്, 2% വിറ്റമിൻ C കോംപ്ലക്സ്, 1% ഹൈൽറോണിക് ആസിഡ്, മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണിത്. ഡോക്ടർ ഷെഡ്സിന്റെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അത് വീണ്ടും ഞാൻ പറയണ്ടില്ല, ഞാൻ സെപ്പറേറ്റ് റിവ്യൂസ് ചെയ്യുമ്പോൾ ഞാനത് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ അയൂഗയുടെ, ഇതും നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതും ഞാൻ യൂസ് ചെയ്ത് തീർന്നു, വടിച്ച് ഇത് ഇത്രയും ആക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാശ്മീരി സാഫ്രോൺ സൺസ്ക്രീൻ ആണ് വിത്ത് ജാസ്മിൻ. ഒരു ഗോൾഡൻ ഗ്ലോ ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഗോൾഡൻ ഗ്ലോ കിട്ടും എന്നുള്ളത്. ഇത് SPF 50 ഉണ്ട്, PA 4+ അടങ്ങിയിട്ടുള്ള ഒരു എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്നിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ അയൂഗയുടെ. ഇത് നല്ലതാണ്, കുഴപ്പമില്ല, നല്ലൊരു സൺസ്ക്രീൻ ആണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അടുത്തത് വന്നിട്ട്
എനിക്ക് ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. കാരണം ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. നമുക്ക് കുറെ പണി എടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ മുകളിൽ ഇങ്ങനെ അടിച്ചടിച്ച് ഡാബ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട, സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, വേറെ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട് ചില സൺസ്ക്രീൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ട് നമുക്ക് അടുത്ത പ്രൊഡക്ട്സ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതിന് അങ്ങനെ വന്നിട്ടില്ല. ഇത് വേഗം സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്ന ഒരു ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഡോട്ട് ആൻഡ് കീയുടെ ആണ്. വിറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. വാട്ടർ ആൻഡ് ലൈറ്റ് ഫ്ലൂയിഡ് ആണ്. SPF 50 PA4+ ഉണ്ട്. പിന്നെ ബ്ലഡ് ഓറഞ്ച് ഒക്കെയാണ് ഇതിലെ സംഭവങ്ങൾ നോക്കി കൊടുത്തിട്ടുള്ളത് ആണ് ഇതില്. ഇതും ഡോട്ട് ആൻഡ് കീയുടെയും നല്ല ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ബാഗിൽ സൂക്ഷിക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ, അക്കോലോജിക്കയുടെ. ഇത് സ്പ്രേ പോലത്തെ ഒരു സൺസ്ക്രീൻ ആണ്. അത് ഞാൻ മെയിനായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതും നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫോം. ഇത് D10 ഡ്യൂയി സൺസ്ക്രീൻ സ്പ്രേ ആണ്. SPF 50 അടങ്ങിയിട്ടുള്ളതാണ്. നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്ന ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VLCCയുടെ ഈ സൺസ്ക്രീൻ ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് D10 സൺസ്ക്രീൻ ജെൽ ക്രീം എന്നാണ് കേട്ടോ. SPF 50 PA++, ഫേസ് ടാൻ, ഇവൻസ് ഔട്ട് സ്കിൻ ടോൺ, നോൺ ഗ്രീസി, ഈസി അബ്സോർബിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന്. എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 2-3 മണിക്കൂറേ പോവുള്ളൂ. അതിനകം കൊണ്ട് നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നാളിനിടയ്ക്ക് ഒരു 1.5 വർഷത്തിനിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യും. 1.5 വർഷം കഷ്ടി. അതിനിടയ്ക്ക് ഞാൻ ഇത്രയും സൺസ്ക്രീൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കളഞ്ഞു. ഇത്രയും മാത്രമേ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്ത് സൂക്ഷിച്ച് വെച്ചത് കേട്ടോ. ഏകദേശം ഒരു 200 സംതിങ് അല്ലെങ്കിൽ 300 സംതിങ് രൂപയുടെ അകത്ത് വരുന്ന സൺസ്ക്രീൻസ് ആണ് എല്ലാം. എനിക്ക് ഏകദേശം ഇപ്പൊ തന്നെ ഈ VLCCയുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 മാസമായി. എന്നിട്ടും അത് തീർന്നിട്ടില്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ 6 മാസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ട്, യൂസ് ചെയ്താൽ വരുന്ന സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആരും മടിച്ചിരിക്കാണ്ട് സൺസ്ക്രീൻസ് ഒക്കെ പോയി യൂസ് ചെയ്യുക. സ്കിന്നെല്ലാം ഇവൻ ടോൺ ആകട്ടെ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാ.